ക്രിമിനൽ സിൻഡിക്കേറ്റിന്റെ കാര്യം മാത്രമല്ല, നോക്കൂ, ഇടതുമുന്നണിയുടെ സമീപകാലത്ത് ഏറ്റവും വലിയ പൊളിറ്റിക്കൽ സെറ്റ്ബാക്ക് തൃശ്ശൂരിലെ പരാജയമായിരുന്നു. തൃശ്ശൂരിൽ ഈ എം.ആർ. അജിത് കുമാർ ഇടപെട്ട് ബി.ജെ.പിക്ക് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കി കൊടുത്തു എന്ന ആരോപണം ഇതേ അൻവർ ഉന്നയിച്ചതാണ്. ACP അങ്കിത് അശോക് ഈ എം.ആർ. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പൂരം കലക്കിയെന്നും അതുവഴി ബി.ജെ.പിക്ക് ആനുകൂല്യം ഉണ്ടാക്കി കൊടുത്തുവെന്നും സ്വന്തം പക്ഷത്തെ ഒരു MLA പറയുമ്പോൾ രാഷ്ട്രീയമായി കൂടി അത് പരിശോധിക്കണ്ടേ? അപ്പോൾ സംസ്ഥാനത്തൊരു പോലീസിനെ വെച്ചിട്ട് അത് ഇതര രാഷ്ട്രീയ കക്ഷികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഏർപ്പാടായി മാറിപ്പോയെങ്കിൽ CPM അത് പരിശോധിക്കണ്ടേ? CPM അത് പരിശോധിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പോൾ ഇല്ലേ? തീർച്ചയായിട്ടും CPM പരിശോധിക്കേണ്ടതാണ്. പോലീസ് വകുപ്പിൽ മാത്രമല്ല ഇത്ര വിഷയങ്ങളുള്ളത്. പല സർക്കാർ വകുപ്പുകളിലും ഉദ്യോഗസ്ഥന്മാർ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല കാര്യങ്ങളിലും വാർത്തകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും നമ്മൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളാണ്. കാര്യം എല്ലാ ആളുകളും ഒന്നും ഇടതുപക്ഷ അനുകൂലികളൊന്നും ആയിരിക്കത്തില്ല എല്ലാ സ്ഥാപനങ്ങളിലും. പോലീസിലും അങ്ങനെ തന്നെയാണ്. പോലീസ് അസോസിയേഷൻ തന്നെ ഇങ്ങനെ അഭിപ്രായത്തിനനുസരിച്ച് ഓരോ സർക്കാരുകൾ മാറി മാറി വരുന്നതനുസരിച്ച് അവരുടെ കളർ ചേഞ്ച് ചെയ്യുന്ന അതുണ്ടാവും. പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും വിശ്വസിച്ചേൽപ്പിച്ച DGPയുടെ മുകളിൽ അധികാരമുള്ള സൂപ്പർ പോലീസാണ്, സൂപ്പർ കോപ്പാണ്. സൂപ്പർ പോലീസായ അജിത് കുമാറിനെ കുറിച്ചാണ്, അജിത് കുമാറിന്റെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു സംഭാഷണം അൻവർ കോട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ. ഒരു കൂട്ടര് പരാതിയുമായി വന്നപ്പോ അവര് കമ്മികളാണ് സാറേ എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞ കഥ. സുരേഷ് ഗോപിയുടെ വിജയം, പിന്നെ തൃശ്ശൂരിലെ വിജയം പൂരം കലങ്ങിയത് കൊണ്ടെന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ TN പ്രതാപന്റെ വോട്ട് 78,000 വോട്ട് എവിടെയാണ് പോയത്? അതാണ് സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പൂരം കലക്കി, പൂരം മഹാകാര്യമാണ് പൂരം എന്ന് പറയുന്നത്. പിന്നെ സാംസ്കാരിക തലസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ തൃശ്ശൂര് ഇങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥിയൊന്നും ഒരിക്കലും ജയിപ്പിക്കത്തില്ലല്ലോ. അപ്പൊ അതൊക്കെ വെറും ബാലിശമായ ആരോപണങ്ങളാണ്. അങ്ങനെ ഒരാൾ ശ്രമിച്ച് എല്ലാ ഉത്സവങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പോലീസ് ഇടപെടാറുണ്ട്. അതുകൊണ്ടൊന്നും അവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റയടിച്ച് ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുകയാണെങ്കിൽ കോൺഗ്രസിനെതിരെ ഉത്സവം കലങ്ങി അല്ലെങ്കിൽ പൂരം കലങ്ങി എന്നുള്ള കാര്യം ഒരു വലിയ കാര്യമായിട്ടൊന്നും പറയണമെന്ന് കാര്യമൊന്നുമില്ല. അതിനകത്ത് സ്ഥിരമായി അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. വോട്ടുകൾ പലയിടത്തും കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ കിട്ടിയോ? വോട്ടുകളുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും. ജനങ്ങൾ അല്ലേ വോട്ട് ചെയ്യുന്നത്, അല്ലാതെ എല്ലാം പാർട്ടികളുടെ പാനൽ വോട്ടുകളല്ലോ. CPM-ന് 4.5 ലക്ഷം വോട്ട് കിട്ടിയെന്നുള്ളതിന്റെ അർത്ഥം 4.5 ലക്ഷം CPM അവിടെ ഉണ്ടെന്നല്ലോ. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതിൽ പൂരം കലങ്ങിയതിൽ വിഷമമുള്ള ആളുകളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, പലരും ഉണ്ടാവും. ഇവിടെ ഇപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനഃപൂർവ്വം ഒരു കേരളത്തെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഉത്സവം അലങ്കോലപ്പെടുത്തി എന്ന ആരോപണം ഉയരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇതിനകത്ത് ഇത്തരം വികാരങ്ങളെ പെറിഫറലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസിൽ ഒരു സെലിബ്രേഷൻ നടക്കുമ്പം ക്യാമ്പസിനകത്ത് പോലീസ് കയറി അല്ലെങ്കിൽ പോലീസ് കുട്ടികളെ മർദ്ദിച്ചു കഴിഞ്ഞാൽ ക്യാമ്പസിൽ പോലീസിൽ കയറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വികാരം മുതലെടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഉത്സവ സ്ഥലത്ത് പോലീസിന്റെ ഇടപെടൽ. വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങൾ കേരള പോലീസിനെതിരെ PV അൻവർ MLA ഉന്നയിച്ചിരിക്കുകയാണ്. ADGP എം.ആർ. അജിത് കുമാർ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ അധ്യക്ഷനാണ് എന്നുള്ളതാണ് ഭരണകക്ഷി MLA പറയുന്നത്. അതിനുവേണ്ടി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. സംസ്ഥാനത്തെ മന്ത്രിമാർ അടക്കമുള്ള സകലരുടെയും ഫോണുകൾ ചോർത്തുകയാണ്. P. ശശി ഈ കാര്യത്തിൽ എം.ആർ. അജിത് കുമാറിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു എന്ന് പറയുകയാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് ഭരണം ഈ നിലയിലാണ്. സംസ്ഥാനത്തിന്റെ പോലീസ് ഭരണത്തിന് സമാന്തരമായ ഒരു ക്രിമിനൽ സിൻഡിക്കേറ്റ് ഉണ്ടെന്ന് ഭരണകക്ഷി MLA പറഞ്ഞ സ്ഫോടനാത്മകമായ പകലിലാണ് നമ്മൾ നിൽക്കുന്നത്.